السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെയധികം മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതിൻ്റെ മഹത്വം നിരവധി ഹദീസുകളിലൂടെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ഖൈറായ ദിവസം, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം അത് വെള്ളിയാഴ്ചയാണെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ആ വെള്ളിയാഴ്ചയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ട് അവിടെ നിന്ന് പറഞ്ഞതെന്താണ്? നിങ്ങൾ എൻ്റെ പേരിൽ വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വലാത്ത് ചൊല്ലുക, ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അങ്ങ് വഫാത്തായി കഴിഞ്ഞാൽ അങ്ങയുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ അതെങ്ങനെയാണ് അങ്ങേക്ക് എത്തപ്പെടുക? അങ്ങയുടെ ശരീരം അത് ജീർണിച്ചു പോയാൽ എന്ന രൂപത്തിൽ സ്വഹാബത്ത് ചോദിച്ചപ്പോൾ മുത്തുനബിയുടെ മറുപടി, ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുന്നതിന് അല്ലാഹു തആല മണ്ണിന് മേൽ ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എവിടെ വെച്ച് എൻ്റെ പേര് സ്വലാത്ത് ചൊല്ലിയാലും അതെനിക്ക് വെളിവാക്കപ്പെടുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും ധാരാളം സ്വലാത്തുകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയണം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, അക്സറു അലയ്യ മിനസ് സ്വലാത്തി ഫീ യൗമിൽ ജുമുഅത്തി ഫീ ലൈലത്തുൽ ജുമുഅ. വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലും എൻ്റെ മേൽ നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. അങ്ങനെ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു സ്വലാത്തിന് അല്ലാഹു തആല അയാൾക്ക് 10 നന്മകൾ രേഖപ്പെടുത്തുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. നമ്മുടെയൊക്കെ നാടുകളിൽ ഈ അടുത്ത കാലം വരെ എല്ലാ വീടുകളിലും അതിലും എല്ലാ പള്ളികളിലും മദ്രസകളിലുമൊക്കെ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ധാരാളം സ്വലാത്ത് ഹൽക്കകൾ സംഘടിപ്പിച്ച് സ്വലാത്തുകൾ ധാരാളം ചൊല്ലുന്നൊരു സമ്പ്രദായമുണ്ടായിരുന്നു. ആ മഹത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ അതുപോലെ തന്നെ പള്ളികളിലും മദ്രസകളിലുമൊക്കെ ആ നല്ലൊരു ഹൈറായ പ്രവർത്തനം വീണ്ടും നാം തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ആളുകളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി വെള്ളിയാഴ്ച രാവിലെ മറ്റൊരു ദിവസത്തേക്ക് ആ സ്വലാത്ത് മാറ്റുന്നൊരു സമ്പ്രദായം, അതെല്ലാം മുഅ്മിനായ മനുഷ്യന്മാർക്ക് ലഭിക്കുന്ന നന്മകൾ അത് എടുത്തു കളയപ്പെടാൻ, നഷ്ടപ്പെടുത്താൻ അത് കാരണമായി തീരാൻ നാം ഒരിക്കലും അതിൻ്റെ ഒരു കാരണക്കാരായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ആരെങ്കിലും ഏതൊരു മുസ്ലിമായ മനുഷ്യൻ വെള്ളിയാഴ്ച രാവിൽ മരണപ്പെട്ടാൽ ആ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഖബറിലെ ശിക്ഷ വരെ ഒഴിവാക്കി കളയുമെന്ന് മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. തീർന്നില്ല, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞല്ലോ, എല്ലാ രാത്രികളിലും രാത്രിയുടെ അവസാനത്തെ 3 കഴിഞ്ഞാൽ അല്ലാഹു തആല ഡയറക്റ്റായിട്ട് അതിനെ അല്ലാഹു തആല അവൻ പ്രത്യേക കാരുണ്യം നമ്മിലേക്ക് ഇറക്കിയിട്ട് ആരൊക്കെയുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നവൻ, ആരൊക്കെയുണ്ട് എന്നോട് പാപമോചനം തേടുന്നവൻ, ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് വേണ്ടതുണ്ടോ അതെല്ലാം ആരെല്ലാം എന്നോട് ചോദിക്കാൻ ആര് തയ്യാറുണ്ട്, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണെന്ന് അല്ലാഹു തആല നമ്മിലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ട് ചോദിക്കുമെന്ന് ഹദീസിൽ വന്നപ്പോൾ ഇമാം ദാറുഖുത്നി ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, വെള്ളിയാഴ്ചയായി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിൻ്റെ ആദ്യം മുതൽ തന്നെ സുബ്ഹി വരെ ഈ പറയപ്പെട്ട രൂപത്തിൽ അല്ലാഹു തആല പ്രത്യേക കാരുണ്യം നമ്മിലേക്ക് ഇറക്കിയിട്ട് നാം അല്ലാഹുവിനോട് ആരൊക്കെയുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നവൻ, ആരൊക്കെയുണ്ട് പാപമോചനം തേടുന്നവൻ, ആരെല്ലാം ഉണ്ട് രോഗശമനത്തിന് വേണ്ടി എന്നോട് ആവശ്യപ്പെടുന്നവൻ, ഇങ്ങനെ നാം അനുഭവിക്കുന്ന ഏത് വിഷയങ്ങളുണ്ടോ ഇതെല്ലാം ആരൊക്കെയുണ്ട് എന്നോട് ചോദിക്കുന്നവൻ, ഞാൻ അവന് നൽകാൻ തയ്യാറാണെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം മഹത്വങ്ങൾ, ധാരാളം ശ്രേഷ്ഠതകൾ ഈ വെള്ളിയാഴ്ച രാവിനുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിവസം നാം പ്രത്യേകമായി അല്ലാഹുവിലേക്ക് ഇബാദത്തുകളെ കൊണ്ട് സൽക്കർമ്മങ്ങളെ കൊണ്ട് അടുക്കാൻ വേണ്ടി ശ്രമിക്കണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം, വർഷത്തിൽ 5 രാത്രികൾക്ക് അല്ലാഹു തആല പ്രത്യേക മഹത്വം നൽകിയിട്ടുണ്ട്. ആ രാത്രിയിൽ ആര് അല്ലാഹുവിനോട് ദുആ ചെയ്താലും സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആദ്യമായി എണ്ണിയത് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ്. ആ വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ഈ രാവിനെ
അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ആഖിറ വിജയത്തിന് വേണ്ടി ഒരു സുബ്ഹാനല്ലാഹ് കൂടുതൽ ചൊല്ലാൻ കഴിഞ്ഞാൽ, ഒരു സ്വലാത്ത് കൂടുതൽ ഈ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ചൊല്ലാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയം ആഖിറത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. കാരുണ്യവാനായ റബ്ബ് ഖൈറാത്തുകൾ ധാരാളം ചെയ്ത് അവനിലേക്ക് അടുക്കാനുള്ള വലിയൊരു തൗഫീഖ് നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.